ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ആഗോളതലത്തിൽ പരിശോധിച്ചാൽ പോയ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വിവിധ രാഷ്ട്രങ്ങളിൽ അരങ്ങേറിയ ജൻസി പ്രക്ഷോഭങ്ങളായിരുന്നു. അവ ഇനിയും തുടരാനാണ് സാധ്യത. പുതുതലമുറയ്ക്ക് രാഷ്ട്രീയ ബോധമില്ല എന്ന വിമർശനത്തിനുള്ള മറുപടി കൂടിയാണ് ഈ പ്രക്ഷോഭങ്ങൾ. അതേസമയം ജൻസി എന്ന വാക്കില്ലായിരുന്നെങ്കിലും ഈ പ്രായപരിധിയിലുള്ള യുവജനങ്ങൾ എന്നും പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു സാമൂഹ്യ നിരീക്ഷകരായ ദാമോദർ പ്രസാദ്. ഏവർക്കും സ്വാഗതം. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റ് ഒക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം. കഴിഞ്ഞ ഒരു 5 വർഷത്തിനകത്ത് ദക്ഷിണേഷ്യയിൽ, ഏഷ്യയിൽ തന്നെ പൊതുവെ പല രാജ്യങ്ങളിലും ഭരണകൂടത്തിനെതിരെ വലിയൊരു പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. ആ പ്രക്ഷോഭത്തെ മുൻനിരയിൽ നിന്ന് നയിച്ചത് യുവാക്കളാണ്. യുവാക്കളെന്ന് പറയുമ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ 2000 ശേഷം ജനിച്ച യുവതലമുറ. അവർ ആ ഒരു 19-20 വയസ്സ്, 24 വയസ്സുള്ള തലമുറയാണ് ഈ സമരരംഗത്ത് മുഖ്യമായി ഉണ്ടായിരുന്നത്. അത് നമ്മൾ ശ്രീലങ്കയിൽ കണ്ടു, നേപ്പാളിൽ കണ്ടു, ബംഗ്ലാദേശിൽ കണ്ടു, ഇന്തോനേഷ്യയിൽ കണ്ടു. ഇതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ കൂടുതൽ ഫലവത്തായ രീതിയിൽ ഈ സമരം മുന്നോട്ട് പോയത്. ഈ സമരത്തെ നയിച്ച ഈ തലമുറയെ ജൻസി തലമുറ എന്നാണ് വിളിക്കുന്നത്. ജൻസി എന്നൊരു കാറ്റഗറൈസേഷനാണ്. ആ കാറ്റഗറൈസേഷൻ 2000 ശേഷം ജനിക്കുകയും 2012 ശേഷം തലമുറ മാറുകയാണ്. ആൽഫ ജനറേഷൻ മാറുന്നു. 2000 മുമ്പുള്ള ജനറേഷനെ മില്ലീനിയൽ ജനറേഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ തലമുറയിൽപ്പെട്ടവരാണ് ജൻസി തലമുറ. ഈ തലമുറയിൽപ്പെട്ട യുവാക്കൾ നടത്തിയ സമരത്തിൻ്റെ സവിശേഷത എന്താണെന്നാണ് പൊതുവിൽ ആൾക്കാർ അന്വേഷിച്ചത്. എന്തായിരുന്നു അവരെ സമരരംഗത്തേക്ക് തള്ളിവിട്ടത്, അല്ലെങ്കിൽ അവർ സമരരംഗത്തേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു, അവർ പ്രക്ഷോഭം നയിച്ച രീതി എന്തായിരുന്നു, സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നു, നേതൃത്വ സ്വഭാവം എന്തായിരുന്നു, അവരെന്തൊക്കെ സാങ്കേതിക വിദ്യയാണ് ഉപാധിയാക്കി സമരത്തെ നയിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് പൊതുവിൽ ചർച്ചയ്ക്ക് വന്നത്. ഇത് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കേണ്ടത്, യുവാക്കളുടെ സമരം എന്ന നിലയിൽ ഇതിനെ വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, 2008-10 ആ കാലഘട്ടത്തിൽ നിന്ന് അറബ് വസന്ത കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ, 2010 ട്യൂണീഷ്യയിൽ ആരംഭിച്ച സമരം തുടർന്ന് ഈജിപ്തിലും ബഹ്റൈനിലും ഒക്കെ നടന്ന സമരത്തിലും പ്രധാന പങ്കാളിത്തം വഹിച്ചതും യുവാക്കൾ തന്നെയാണ്. ആ തലമുറ യുവാക്കൾ തന്നെയാണ് ആ സമരത്തിലും മുമ്പ് വഹിച്ചത്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന കാര്യം, 80 ഒടുവിൽ ലോകവ്യാപകമായി നടന്ന പല പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണങ്ങൾക്കെതിരെയുള്ള സമരത്തിലും യുവജനങ്ങളുടെ പങ്കാളിത്തം നിർണായകമാണ്. നമ്മളെല്ലാവരും ഓർക്കുന്ന പോലെ ടിയാൻമെൻ സ്ക്വയർ സമരത്തിൽ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ സമരമായിരുന്നു. ആ കാലത്ത് യുവാക്കളുടെ 19, 20, 24 വയസ്സ് വരെയുള്ള പ്രായമുള്ള തലമുറയാണ് ടിയാൻമെൻ സ്ക്വയർ സംഘടിക്കുകയും ഡെൻ സിയോങ്പെൻ്റെ ചൈനീസ് ഏകാധിപത്യ ഭരണത്തിനെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏകാധിപത്യ ഭരണത്തിന് സമരരംഗത്തുണ്ടായിരുന്നത്. ബെർലിൻ വാളിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുന്ന സമരരംഗത്തും ജർമ്മനിയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ സമരങ്ങളിലും നമ്മൾ കാണുന്ന യുവാക്കളുടെ പങ്കാളിത്തമാണ്. സോവിയറ്റ് യൂണിയനിലും റൊമാനിയയിലൊക്കെ തന്നെ കാണുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ കാണുന്ന സിയാറ്റിൽ പ്രൊട്ടസ്റ്റ്, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഉണ്ടായ വേൾഡ് ട്രേഡ് ആദ്യത്തെ ഘാട്ടുകരാറിന് ശേഷമുള്ള മുതലാളിത്ത വിരുദ്ധ പ്രക്ഷോഭത്തിലും യുവാക്കളുടെ പങ്ക് വളരെ നിർണായകമാണ്. അത് ആഗോളതലത്തിൽ തന്നെ ഒരു പുതിയ സമരമായിരുന്നു സിയാറ്റിൽ സമരം തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യം, ആദ്യമായിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് ടെക്നോളജിയൊക്കെ ഉപയോഗിക്കപ്പെടുന്ന സമരമാണ് സിയാറ്റിൽ സമരം. ആ സമരത്തിൽ വലിയ തോതിൽ പങ്കാളിത്തം വഹിച്ച യുവാക്കളാണ്. കാര്യം, ടെക്നോളജി ഉപയോഗം നിലയ്ക്ക് വ്യക്തികളെയും ഗ്രൂപ്പുകളെയും ഒക്കെ തന്നെ ആഗോളമായി കണ്ണി ചേർക്കാനൊക്കെ യുവാക്കളുടെ പങ്ക് നിർണായകമാണ് സിയാറ്റിൽ സമരം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ യുവാക്കളുടെ ഒരു വലിയ സമര സാന്നിധ്യം നമ്മൾ ഈ കാലഘട്ടത്തിൽ മുഴുവൻ കാണുന്നുണ്ട്. നമുക്ക് ചോദിക്കാവുന്നൊരു കാര്യം, ഇത് ആ കാലഘട്ടത്തിലാണോ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലും നിർണായകമാണ് ഈ യുവാക്കളുടെ സ്ഥാനം. 70കളിലെ നമ്മൾ എല്ലാവരും വളരെ കേരളത്തിൽ ഒരുപാട് ഗാതരത്തോടെ കാണുന്ന 70കളെ സംബന്ധിച്ചിടത്തോളം 70കളിലും ഏറ്റവും പുതിയ തലമുറ കാലത്ത് സമരരംഗത്തുണ്ടായിരുന്നത്, അന്നത്തെ ഏകാധിപത്യ ഭരണത്തിനെതിരെ സമരരംഗത്തുണ്ടായിരുന്നത്
യുവാക്കൾ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഒരു സമീകരണം കൊണ്ട് എല്ലാ കാലവും യുവാക്കളാണ് സമരം നയിച്ചൊരു സമീകരണം കൊണ്ടല്ല, പക്ഷേ യുവാക്കളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് എല്ലാ കാലവും വിയറ്റ്നാം വിരുദ്ധ സമരമാണെങ്കിലും അത് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോയാലും ഇത് കാണാൻ പറ്റും. അപ്പോൾ യുവാക്കളുടെ സാന്നിധ്യം എല്ലാ കാലഘട്ടത്തിലും സജീവമായിട്ടുണ്ടായിരുന്നു. അതിന് മുഖ്യമായ കാര്യം എല്ലാ കാലത്തും എന്ന പോലെ തന്നെ ഒന്ന് ഭരണാധികാരത്തിനെതിരെ, ഏകാധിപത്യത്തിനെതിരെ, നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്കെതിരെ യുവാക്കളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു വിമത പ്രതികരണം സംഭവിക്കുന്നത്. അത് ഏത് കാലഘട്ടത്തിലും കാണുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രകടനം എല്ലാ സമയത്തും നമ്മൾ കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പീഡനം അനുഭവിക്കുന്നത് എല്ലാ വിധത്തിലും യുവാക്കളാണ്. 2-3 തരത്തിലാണ് അതിനവർക്ക് ദുരിതം അനുഭവിക്കേണ്ടത്. ഒന്ന്, സാമ്പത്തികമായ തൊഴിലില്ലായ്മ പോലുള്ള വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. 2, വംശീയവും മറ്റു തരത്തിലുള്ള വിവേചനങ്ങൾക്ക് യുവാക്കൾ വിധേയമെന്ന് അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും അവരോട് ഒരു തരത്തിലും അതിനോട് കൺഫേം ചെയ്യാത്തൊരു, അല്ലെങ്കിൽ മുൻപോയ തലമുറയിൽ പോലെ ആയിരിക്കണം എന്നില്ല, അവർക്ക് ഇതിനോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതിനോട് സ്വാഭാവികമായിട്ടുള്ള എതിർപ്പ് കാണും. മൂന്നാമതായിട്ട് പുതിയ ലോകവ്യവസ്ഥയെക്കുറിച്ച്, പുതിയ ജീവിത വ്യവസ്ഥയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും അതുപോലെ തന്നെ പുതിയ ഭാവനകളും അതുമായി ബന്ധപ്പെട്ട വായനയൊക്കെ നടത്തുന്നതും അത് സഫലീകരിക്കാൻ ആഗ്രഹിക്കുന്നതും യുവാക്കളായിരിക്കാം. ആ നിലയിലൊരു യുവാക്കളുടെ സാന്നിധ്യം ചരിത്രപരമായി തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ജൻസി പ്രക്ഷോഭത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നൊരു വ്യക്തമായൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റ് തലമുറ സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സമരത്തെ നയിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഒന്ന്, സാമ്പത്തികമായിട്ടുള്ള വളരെ തരത്തിലുള്ള പ്രതിസന്ധികൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, ഈ നവലിബറൽ സാമ്പത്തികവൽക്കരണം ഏൽപ്പിച്ച ആഘാതം, ഇതൊക്കെ തന്നെ യുവതലമുറയെ ഈ പൊതുവിൽ അന്യവൽക്കരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നമ്മൾ വ്യത്യസ്തമായ ചില ഘടകങ്ങൾ കാണാം. ബംഗ്ലാദേശിലെ രീതിയല്ല ശ്രീലങ്കയിലെ സമരത്തിൽ, അതുപോലെ തന്നെ അതിന് വ്യത്യസ്തമാണ് ഇന്തോനേഷ്യയിൽ, അതിന് വ്യത്യസ്തമാണ് നേപ്പാളിലൊക്കെ നമ്മൾ കാണുന്ന ആ സവിശേഷമായ കാര്യങ്ങൾ നോക്കുമ്പോഴും പൊതുവായി കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, വമ്പിച്ച തോതിലുള്ള തൊഴിലില്ലായ്മയും അതുപോലത്തെ അന്യവൽക്കരണവും സമരരംഗത്തേക്ക് യുവാക്കളെ നയിക്കുകയാണ്. നേപ്പാളിലെ പ്രക്ഷോഭം നമുക്ക് നോക്കാം. നേപ്പാളിലെ പ്രക്ഷോഭം നമ്മൾ ട്രിഗർ ചെയ്യാനുള്ള കാരണം അത് മുതലാണ് ഒരുപക്ഷെ ജൻസി എന്ന ഒരു പ്രയോഗത്തിന് ഇത്രമാത്രം സാധ്യതയും നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഈ നേപ്പാളിലെ പ്രക്ഷോഭത്തിൻ്റെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഉപയോഗം എന്നുമുൻ നിരോധിക്കപ്പെട്ടു. അതാണ് ഈ സമരത്തെ വലിയ തോതിൽ മുന്നേറ്റത്തിന് കാരണമായി മാറി, യുവാക്കളുടെ മുന്നേറ്റത്തിന് കാരണമായി മാറിയത്. അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കണം. ഈ സാമൂഹ്യ മാധ്യമം മാത്രമല്ല, നവമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഈ പുതിയ നവസംവേദന സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതും അതിന് ലോകത്ത് വിവരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകളും സാമൂഹ്യ ബന്ധങ്ങളും വികസിപ്പിച്ചിട്ടുള്ളത് യുവാക്കളാണ്. അവരെ തന്നെ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുക എന്നുള്ള ഫേസ്ബുക്കിനപ്പുറം, ഇൻസ്റ്റയ്ക്കപ്പുറം, റെഡിറ്റിനപ്പുറം ഒക്കെ തന്നെ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ ടൂളുകളൊക്കെ അവർ അവരുടെ ജീവിത വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ ജീവിതാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പൊതുവിൽ ഒരു ഫേസ്ബുക്കിനെ കുറിച്ച് പറയുന്നൊരു തമാശ പോലും അറിയാം. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് 40 വയസ്സുള്ള തലമുറയിലെ ആൾക്കാർ ഉപയോഗിക്കുന്നതാണെന്നും, ജെൻസി അല്ലെങ്കിൽ ആ തലമുറ ഇൻസ്റ്റയാണെന്നും, ജെൻസിക്ക് ശേഷം പുതിയ തലമുറ പുതിയ AI ബേസ്ഡുള്ള പുതിയ സോഫ്റ്റ്വെയറുകളിലേക്കാണ് പോകുന്നത് എന്ന് പൊതുവിൽ ആൾക്കാർ പറയും. എങ്കിലും ഇതിൻ്റെ അകത്ത് കാണുന്നതിനും ഈ പുതിയ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിച്ച തലമുറയെ സംബന്ധിച്ച് പെട്ടെന്ന് അതിൽ നിന്ന് അവിടുന്ന് അത് നിരോധിക്കപ്പെടുന്നു. ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ എന്നുള്ളത് ഭരണകൂടം എല്ലാ കാലത്തും ഈ സമീപകാലത്തായിട്ട് ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ഭരണകൂടം ഈ സാമൂഹ്യമായിട്ടുള്ള പ്രതിരോധങ്ങളെ തകർക്കാനും ഇല്ലായ്മ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ്. ഇന്ത്യ ഗവൺമെൻറ് കാശ്മീരിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് മണിപ്പൂരിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് എവിടെയൊക്കെ തന്നെ ഭരണത്തിനെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നു, കർഷക സമര സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ നരേന്ദ്രമോദി സർക്കാർ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗണിനേക്കാളും ഒരു പടി കടന്ന് സാമൂഹ്യ മാധ്യമം ഉപയോഗം നിരോധിക്കപ്പെടുകയാണ് നേപ്പാളിലുണ്ടായത്. ഇത് ഉപയോഗിച്ചൊരു തലമുറയെ സംബന്ധിച്ച് ഒരു പ്രതിഷേധത്തിന് കാരണമായി. അപ്പോൾ ഇവർ നേരെ പ്രക്ഷോഭരംഗത്തേക്ക് വരികയാണ്, തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ വീണ്ടും ലഭിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി നേരെ തെരുവിലേക്ക് ഇറങ്ങുകയാണ് അവർ സമയം. ആ തെരുവിലേക്ക് ഇറങ്ങും മാത്രമല്ല, തെരുവിൽ ഇറങ്ങുന്നതോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയുടെ ഒരുതരം വയോജന നേതൃത്വത്തിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമായിട്ട് മാറുകയും അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുന്ന ആ തലമുറ സമരരംഗത്തൂടെ വന്ന ആൾക്കാരാണ്. ആ തലമുറ പ്രതിപക്ഷത്തും മാവോയിസ്റ്റുകളാണ്. ആ തലമുറയും നേപ്പാളിലെ രാജഭരണത്തിനെതിരെ സമരരംഗത്തൂടെ വന്ന തലമുറ. പക്ഷേ അവർക്ക് പിൽക്കാലത്ത് തലമുറയുടെ ആസ്പിറേഷൻസ്, അവരുടെ ആഗ്രഹങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ പോയിൻ്റെ വലിയ പ്രശ്നം അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിഘടനം അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഈ തലമുറയും ഈ ജൻസ് തലമുറയും തമ്മിലുള്ള ആഗ്രഹങ്ങളുടെയും അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഭാവനകളും തമ്മിലുള്ള ഒരു വലിയ വൈരുദ്ധ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ പുതിയ തലമുറയ്ക്ക് ഈ ഭരണാധികാരികൾക്കെതിരെ സമരരംഗത്ത് ഇറങ്ങേണ്ടി വന്ന സാഹചര്യമുണ്ടായി.
അത് വലിയൊരു പ്രക്ഷോഭമായി മാറി. അത് വളരെ ഹിംസാത്മകമായ പ്രക്ഷോഭമായി മാറുകയും വളരെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിൻ്റെ നേതൃത്വത്തിന് അവിടുത്തെ ഭരണാധികാരിക്ക് സമരം എന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചിറക്കി, റൊമാനിയയിലൊക്കെ പണ്ട് ചെഷസ്ക്യൂവിനെതിരെ നടന്ന പോലെ സമരത്തിൽ പിടിച്ചിറക്കി വഴിയിലേക്ക് പിടിച്ചിറക്കി അവരെ വിവസ്ത്രരാക്കി അവരെ കല്ലെറിഞ്ഞ് അവരെ ഓടിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള വളരെ ഹിംസാത്മകവും അല്ലെങ്കിൽ ഒരു ആക്രമണ സ്വഭാവ സമരമായി മാറി. അപ്പോൾ അതിനകത്ത് കാണുന്ന കാര്യം അത്രമാത്രം പ്രതിഷേധം, അത്രമാത്രം അമർഷം ഈ യുവാക്കൾക്കുണ്ടായിരുന്നു. എന്താണ് യുവാക്കളുടെ അമർഷത്തിന് കാരണം? തീർച്ചയായിട്ടും സാമൂഹ്യ മാധ്യമ നിരോധനമാണ് ട്രിഗർ ചെയ്ത കാര്യങ്ങൾ. അത് മാത്രമല്ല, നേപ്പാളിൽ നിലനിന്നിരുന്ന വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ, വലിയ സാമ്പത്തിക അസ്ഥിരത, അതുപോലെ തന്നെ ഈ ഭരണാധികാര ശേഷം ഒരു വരേണ്യവിഭാഗം, ഭരണാധികാരപരമായ വരേണ്യവിഭാഗം, അവരുടെ കുടുംബങ്ങളൊക്കെ തന്നെ എല്ലാ അധികാരവും കൈയടക്കുന്ന സ്ഥിതി ഉണ്ടായതും ഇത് വലിയ വിച്ഛേദം സമൂഹത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ വലിയ ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതും കൂടി അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. യുവാക്കൾ മാത്രമല്ല, ബഹുജനങ്ങൾ ഭരണത്തിൽ നിന്ന് പുറത്താവുകയും അവർക്ക് എന്താ പറയുക, ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരിക്കും. വലിയ തോതിൽ ഇൻഫ്ലേഷൻ, ഈ വിലക്കയറ്റമൊക്കെ അതിഭീകരമായിരുന്നു നേപ്പാളിൽ. അപ്പോൾ അതിനോടുള്ള വലിയ ശക്തമായ പ്രതിഷേധം അവിടെ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. ആ അമർഷം ഇത് കത്തിപ്പടരായിരുന്നു. അത് ഭരണത്തിനെതിരെയുള്ള അമർഷമായി മാറുകയും ഭരണത്തിൻ്റെ പ്രക്ഷോഭമായി മാറുകയും അങ്ങനെ നേപ്പാളിൽ ഭരണത്തെ നിലനിന്ന വ്യവസ്ഥാപിതമായി നിലനിന്ന തെരഞ്ഞെടുപ്പിൽ നിലനിന്ന ഭരണത്തെ അട്ടിമറിക്കാൻ ഈ സമരത്തിന് സാധിച്ചു. നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്ന ഒരു ഏജൻസി പ്രക്ഷോഭം അത് നേപ്പാളിലുമുണ്ട്, ബംഗ്ലാദേശിലാണ്. ആ ബംഗ്ലാദേശ് പ്രക്ഷോഭവും യുവാക്കളാൽ നയിക്കപ്പെട്ട പ്രക്ഷോഭമാണ്. ഹാദി എന്ന് പറഞ്ഞ യുവ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് സമരം നടന്ന് പറയാൻ കൂടി ആ യുവ നേതാവ് മാത്രമായാലും നേതൃത്വത്തിലുണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു. അദ്ദേഹം അതിനൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നുള്ളത് വളരെ വസ്തുതയാണ്. അദ്ദേഹത്തിന് ഒരു ഇന്ത്യ ഒരു നിലപാടുണ്ടായിരുന്നൊരു ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സമരം നയിച്ച ഒരുപാട് യുവാക്കളാണ്. എന്തായിരുന്നു കാരണം? ബംഗ്ലാദേശിലെ സമരത്തിൻ്റെ അകത്തും ഇതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിൻ്റെ ഒരു വരേണ്യ വിഭാഗം എല്ലാവിധ പഴയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ചില കോട്ടകൾ അവരുടെ കയ്യിലിരിക്കുകയായിരുന്നു. അതായത് തൊഴിൽ കോട്ട എന്ന് പറയുന്നൊരു കോട്ടായിസം എന്നതിനെ വിളിക്കുന്നത്. അവർക്കാണ് തൊഴിലിൽ സർക്കാർ തൊഴിൽ ഇവർക്ക് കൂടുതൽ സാധ്യതയും ബാക്കി ബഹുജനങ്ങൾ തൊഴിലിൻ്റെ പുറത്താവുകയും ചെയ്യുന്ന ഒരു വിപരീത അർത്ഥത്തിലൊരു സംവരണം. അതായത് അധികാരമായി ബന്ധപ്പെട്ട വിപരീത അർത്ഥത്തിലുള്ള സംവരണം. അടിച്ചമർത്തപ്പെട്ടവരോ സമരം മറ്റു തരത്തിലുള്ള അധികാരം പുറന്തള്ളപ്പെട്ടവർക്ക് ലഭിച്ച സംവരണമല്ല, വരേണ്യ വിഭാഗത്തിന് ആവർത്തിച്ച് കിട്ടുന്ന സംവരണമാണ് വിഷയം. അപ്പോൾ സംവരണം എന്നുള്ളൊരു കോട്ട എന്ന അർത്ഥത്തിൽ അവിടെ വരുന്നത് വരേണ്യ വിഭാഗത്തിൽ തന്നെ വീണ്ടും വീണ്ടും അധികാരത്തിൽ തുടരാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുത്തതിനെതിരെ വലിയ പ്രക്ഷോഭം അവിടെ നിലനിന്നിരുന്നു, വലിയ അമർഷം നിലനിന്നിരുന്നു. അത് പൊട്ടിപ്പുറപ്പെടുകയും അങ്ങനെ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിനെതിരെ ആ ഭരണത്തിന് അത് കുറച്ച് നീണ്ട സമരം, നേപ്പാൾ പോയല്ല, പല ഘട്ടങ്ങളിലൂടെ സമരം ഒരു സജീവ ശക്തിയായി മാറുന്നു. അതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമരത്തോട് ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ് സമീപിച്ച രീതിയിൽ അടിച്ചമർത്തുകയും ഏതാണ്ട് 12ഓളം പ്രതിഷേധക്കാരെ എന്താ പറയുക അവർ കൊലപ്പെടുകയും ചെയ്തു. പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് തോക്കിനിരയാവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഘട്ടത്തിൽ ആ പ്രതിഷേധം കത്തിപ്പടരുകയും അതിൻ്റെ എല്ലാ ധാക്കയിലൊക്കെ അത് വ്യാപകമാവുകയും മാത്രമല്ല മാധ്യമങ്ങളും കൂടി അത് പിന്തുണയ്ക്കുന്ന സ്ഥിതിയെത്തി. കാര്യം ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ്റായി ബന്ധപ്പെട്ടുള്ള ഏകാധിപത്യ ഒരു ക്രമം അവിടെ മാധ്യമങ്ങൾക്ക് പോലും ഭീഷണിയായി ഉയർന്നൊരു ഘട്ടമായിരുന്നു. ആ സമരം അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സമാപ്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമരത്തിൻ്റെ ഒരു ഉച്ചസ്ഥായി എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയ്ക്ക് നാടുവിടേണ്ടി വരികയാണ്. അങ്ങനെ നമ്മൾ കാണുന്നത് നേപ്പാളിലെ ഭരണാധികാരികൾക്ക് നാടുവിടേണ്ടി വരുന്നു. ഇവിടെ ബംഗ്ലാദേശിലെ ഭരണാധികാരിയെ ഷെയ്ഖ് ഹസീനയ്ക്കും ഈ ക്യാബിനറ്റായിരുന്ന മറ്റു മന്ത്രിമാർക്കും ഇന്ത്യയിലേക്ക് നാട് വിടേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ശ്രീലങ്കയിലും ഇതേപോലെ അതിന് മുമ്പ് നടന്നിട്ടുണ്ട്. ശ്രീലങ്കയിലെ സമരം കുറച്ചും കൂടി വേറെ തരത്തിൽ ആയിരുന്നു. അതിൻ്റെ അകത്ത് യുവാക്കളുടെ മാത്രമല്ല ബഹുജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായി നമുക്കറിയാം. അവിടെയും സാമ്പത്തിക അസ്ഥിരതയും ഗോഡ്ബോയ രാജപക്ഷെ, അതായത് മഹേന്ദ്ര രാജപക്ഷയുടെ സഹോദരനായുള്ള സ്വേച്ഛാധിപത്യ ഭരണവും അവിടെ അവർ നടത്തിയ സാമ്പത്തിക കൊള്ളയും അതുപോലെ തന്നെ ഈ നവലിബറൽ വർക്കറിൻ്റെ ഭാഗമായിട്ട് ഈ വരേണ്യ വിഭാഗം കൈയടക്കി വെച്ച പൊതുസ്വത്തിൻ്റെ പുറത്തുള്ള വലിയ പ്രതിഷേധങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ അവിടെയും തൊഴിലില്ലായ്മ വ്യാപകമായി, സാമ്പത്തിക അസ്ഥിരത വലിയ തോതിൽ അന്യവൽക്കരണം നടന്നു. അപ്പോൾ അതിനെതിരെ പ്രതിഷേധം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങുകയും തെരുവിലിറങ്ങിയ അവസാനം ഗോഡ്ബോയ്ക്കും അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. കാര്യം ആ കൊട്ടാരമൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ ഓർമ്മയുണ്ടാവും. കൊട്ടാരം ഇവർ താമസിച്ചിരുന്ന ഈ ഭരണാധികാരികൾ താമസിച്ചിരുന്ന കൊട്ടാരം ഇപ്പോൾ ഈ പ്രക്ഷോഭകർ പോയി കൈയടക്കുന്ന സ്ഥിതിയും അവിടുത്തെ ഭക്ഷണമൊക്കെ അവർ കഴിക്കുന്നതൊക്കെ നമ്മളെ കണ്ട ദൃശ്യങ്ങളൊക്കെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവും. അപ്പോൾ അതിൽ വലിയ പ്രതിഷേധം ഏതാണ്ട് ഫ്രഞ്ച് വിപ്ലവത്തെ അനുസ്മരിക്കുന്ന വിധത്തിൽ ഒരു പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തെ അനുസ്മരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് വലിയ കൊട്ടാരം പിടിച്ചടക്കുകയും അധികാരത്തിനുള്ള വലിയ ഒരു പ്രതിഷേധം അതിൻ്റെ അകത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ ജനങ്ങൾ ആരവത്തോടെ കടന്നു കയറി കൊട്ടാരങ്ങൾ കീഴടക്കുന്ന ഒരു പ്രതിഷേധം ശ്രീലങ്കയിൽ കണ്ടു. ശ്രീലങ്കയിൽ പ്രതിഷേധം ഒരുപക്ഷെ ദക്ഷിണേഷ്യയിലെ എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ സ്വേച്ഛാധിപത്യ ഭരണാധികാരികൾക്കും ഭീഷണിയായി മാറിയിരുന്നു. കാരണം ജനങ്ങളുടെ പ്രതിഷേധം ഈ നിലയിൽ ഉണ്ടാവാൻ സാധ്യതയും അതിന് ആവിഷ്കാരവും ഉണ്ടാവും എന്നുള്ളതും പ്രത്യേകിച്ച് പാർലമെൻ്ററിസം
ഒരു നടപ്പ് സമ്പ്രദായം മാറുകയും തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ എന്താ പറയുക പ്രതികരണങ്ങൾക്ക് ഒരു അവസരം ലഭിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഭരണാധികാരികൾക്ക് ഒരു ആശ്വാസകരമായി മാറിയെന്ന കാര്യമാണ്. കാര്യം തെരഞ്ഞെടുപ്പിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വരികയെന്നാൽ അതേസമയം ജനങ്ങളുടെ പ്രതിഷേധം തെരഞ്ഞെടുപ്പിലൂടെ ആവിഷ്കരിക്കാൻ അവസരം നൽകിയെന്നൊരു ധാരണയാണ് പൊതുവിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയൻ തകർച്ച ശേഷം ലിബറൽ ജനാധിപത്യം വെച്ചിരുന്ന മുഖംമൂടി. അതിനെ ഒരു ഭേദിക്കുന്ന വിധത്തിലാണ് ഈ പ്രതിഷേധം. കാര്യം അവിടെ കൊണ്ട് തീരുന്നില്ലെന്നും കാരണം പ്രതിഷേധം ആ ഭരണാധികാരം വരണ്യായ ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ തന്നെ ഒതുങ്ങുകയാണെന്നും പ്രത്യേകിച്ച് ഇന്ത്യ പോലെ രാജ്യങ്ങൾ സവർണരായും കൂടി കയ്യിൽ ഒതുങ്ങുക എന്നുള്ളൊരു വലിയ തോന്നൽ ഈ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. അത് വലിയ തോതിൽ അമർഷത്തിനും സൃഷ്ടിക്കുകയും അത് പ്രക്ഷോഭമായി മാറുകയും ചെയ്യും. അതൊരു പക്ഷേ ഹിംസാത്മകവും ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം ഈ അമർഷത്തിൻ്റെ ഒരു അണപൊട്ടി ഒഴുക്കലിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് നേപ്പാളിൽ കണ്ടു. ഇന്തോനേഷ്യയിലും ഇതുപോലെ തന്നെ സമര പ്രക്ഷോഭ രംഗത്ത് യുവാക്കൾ തന്നെയാണ് മുന്നോട്ട് വന്നത്. അവിടെയും സമാനമായ തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ തന്നെ അവിടെയും പ്രധാനപ്പെട്ട, അതായത് ഇന്തോനേഷ്യയിലെ പ്രക്ഷോഭം തുടരുകയാണ്. നമ്മൾ കാണുന്നത് ഏഷ്യ എന്ന് പറയുന്നത് കുറച്ച് വിശാലമായി നോക്കുകയാണെങ്കിൽ ഇറാനിലും ഈ പ്രക്ഷോഭം നടന്നു. ഇറാനിലും അവിടുത്തെ ഈ എന്താ പറയുക ഈ ഖമേനിയുടെ ഭരണകൂടം ഇസ്ലാമിക് ക്ലർജി നടത്തുന്ന ഭരണകൂടം സൃഷ്ടിച്ച ആപൽക്കരമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിടെ വസ്ത്രധാരണത്തെ പുറത്ത് ചോയ്സ് ഒന്നല്ല വസ്ത്രധാരണം. ഇറാനിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട മതവസ്ത്രമാണ്. ഒരു ചോയ്സ് നിലയിൽ മതവസ്ത്രത്തിനെ സംബന്ധിച്ചോളം ഇന്ത്യയിൽ വളരെ പ്രസക്തി ഉണ്ടെങ്കിൽ ഇറാനിൽ മതവസ്ത്രം അടിച്ചേൽപ്പിക്കപ്പെട്ട ഭരണവസ്ത്രം നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടത്. അടിച്ചേൽപ്പിക്കപ്പെട്ട മതവസ്ത്രത്തിനെതിരെ അവിടുത്തെ യുവജനങ്ങൾ ആണ് മഹിഷാമിനി എന്ന് പറയുന്ന യുവതികളുടെ അറസ്റ്റിൽ തുടർന്നാണ് അവിടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. ആ വലിയ തോതിലവിടെ യുവതികളും സ്ത്രീകളും സമരരംഗത്തിറങ്ങി. ആ സമരത്തിൻ്റെ പ്രത്യേകത തന്നെ യുവാക്കളെക്കാൾ കൂടുതൽ യുവതികളുമാണ് സമരരംഗത്ത് മുന്നിൽ വന്നത്. ആ പ്രതിഷേധം വലിയ തോതിൽ കനക്കുകയുണ്ടായി. പക്ഷേ അത് പിന്നീട് അടിച്ചമർത്തപ്പെട്ടു എന്ന് നമ്മളില്ല. പക്ഷേ ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. മറ്റു രീതിയിൽ അമേരിക്കയിൽ അടങ്കോലിട്ട പ്രതിഷേധത്തെ വസ്തുതയിൽ ഇല്ലാതാക്കുന്ന ഒരു വസ്തുത നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യം അനാവരണം ചെയ്യപ്പെടുന്നെങ്കിലും ആ പ്രതിഷേധം അവിടെ നിലനിൽക്കുന്നുണ്ട്, ആ പ്രക്ഷോഭം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഭരണാധികാരത്തിനെതിരെ അവരുടെ നിഷ്ഠൂരമായ നടപടികൾക്കെതിരെ, അവരുടെ നിലപാടുകൾക്കെതിരെ ഇങ്ങനെ ഒരു പ്രക്ഷോഭം ലോകത്ത് നടക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലും ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം ജോർജ് ഫ്ലോയിഡിൻ്റെ കൊലപാതകത്തിന് ശേഷം അമേരിക്കയിലെ വംശീയ പോലീസ് നടത്തിയ ജോർജ് ഫ്ലോയിഡിൻ്റെ കൊലപാതകത്തിന് ശേഷം അവിടെയും ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് വിളിക്കുന്ന ആഫ്രോ അമേരിക്കൻ ജനതയുടെ പ്രക്ഷോഭം വലിയ തരംഗമായി മാറിയിട്ടുണ്ട്. അത് കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് പ്രത്യേകം ആലോചിക്കേണ്ട കാര്യമാണ്. ആ കാലഘട്ടത്തിൽ വലിയ തോതിൽ അവിടുത്തെ ശ്വേതാധികാരത്തിനെതിരെ, വൈറ്റ് സൂപ്പർമസിക്കെതിരെ വലിയ സമരം അവിടെയും പൊട്ടിപ്പുറപ്പെട്ടു. ആ പൊട്ടിപ്പുറപ്പെട്ട ഭാഗമായിട്ട് അവിടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധ സമരവുമായി അത് രൂപാന്തരപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ചരിത്രവും പാശ്ചാത്യ രാജ്യങ്ങളും അതിന് അനുഭവേദിയുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യം ഈ വംശീയമായിട്ടുള്ള പഴയ ശാസനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാത്ത ഒരു യുവജന വിഭാഗം അത് പ്രതിഷേധത്തിൽ ഉയർന്നു വരികയും അവർ സർവകലാശാല. പക്ഷേ ആ പടിഞ്ഞാറ് നടന്ന സമരത്തിന് പ്രത്യേകിച്ചുണ്ടെങ്കിൽ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ സമരരംഗത്തേക്ക് വ്യാപകമായ രീതിയിൽ ഈ ഏഷ്യൻ വംശജരായ യുവാക്കളും അതുപോലെ ഒരുപക്ഷെ യൂറോപ്യൻ വംശജരായ യുവാക്കളൊക്കെ തന്നെ അണിചേർന്നുള്ളതാണ്. കാര്യം ഒരു മാറ്റം, ഒരു ഭാവുകത്വപരമായുള്ള മാറ്റം അത് കാണാൻ പറ്റും. ഇത് ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 70കളിലൊക്കെ ഈ ബ്ലാക്ക് പാന്തേഴ്സിന് സമരം നടന്ന സമയത്ത് യുവാക്കൾ തന്നെ, മാൽക്കം എക്സിൻ്റെ സമരം നടന്ന സമയത്ത് യുവാക്കൾ തന്നെ വലിയ തോതിൽ പങ്കെടുത്തിട്ടുള്ളത്. പക്ഷേ അന്നത്തെ വംശീയ ശ്വേതാധികാര ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഒരു ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള കുറേ ആൾക്കാരിൽ പങ്കുചേർന്നുള്ള ഒരു വെള്ളക്കാരുടെ പങ്കാളിത്തം താരതമ്യേന കുറവായിരുന്നു. അതായത് അമേരിക്കൻ വംശജരിൽപ്പെട്ട അവരുടെ പങ്കാളി താരതമ്യേന കുറവായിരുന്നു. പക്ഷേ ഈ ബ്ലാക്ക് ലൈവ്സ് മാറ്ററിന് വലിയൊരു പിന്തുണ കിട്ടിയത് എല്ലാ വംശജരിൽ നിന്നും കിട്ടി. ഏഷ്യൻ വംശജരിൽ നിന്നും, ആഫ്രിക്കൻ വംശജരിൽ നിന്നും, അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ഹിസ്പാനിക് ഒരുപാട്, അതിൽ മെക്സിക്കോയിൽ നിന്ന്. അപ്പോൾ കുടിയേറ്റ വിരുദ്ധമായിട്ടുള്ളൊരു ഭരണാധികാരത്തിനെതിരെയുള്ള സമരം കൂടിയായി മാറുന്നൊരു ഘട്ടം അവിടെയും ഉണ്ടായി. അതിപ്പോഴും അവിടെ തുടർന്ന് പടിഞ്ഞാറ്. അപ്പോൾ ലോകത്ത് ഈ സമരം പലതരത്തിൽ ഈ പ്രക്ഷോഭം വ്യാപകമാണ്. ഈ വ്യാപകത്തിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുടിയേറ്റ വിരുദ്ധം എന്നതിൻ്റെ പേരിൽ നടത്തുന്ന ഭീകരമായ അടിച്ചമർത്തൽ. ആ ഭീകരമായ അടിച്ചമർത്തൽ, രണ്ട് സാമ്പത്തിക അസ്ഥിരാവസ്ഥ, ഈ വരേണ്യ അധികാരം കോർപ്പറേറ്റുകളും കൈയടക്കി വെച്ചിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള മേധാവിത്വം, ഒരു തരത്തിൽ ജാതീയവും അതുപോലെ തന്നെ നമ്മുടെ വംശീയവുമായിട്ടുള്ള ഒലിഗാർക്കി, ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ്. ഇനി ഇന്ത്യയിൽ ഇത്ര സമരം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലും പ്രക്ഷോഭത്തിൽ നമ്മൾ യുവാക്കളുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. അത് വലിയ തോതിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷഹീൻബാഗ് സമരം എന്ന് വിളിക്കുന്നത് യുവാക്കളുടെ നേതൃത്വം വലിയ സമരം തന്നെയാണ്. ഇന്ത്യയിലെ യുവാക്കൾ തന്നെയാണ് ഷഹീൻബാഗ് സമരത്തിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചത്. സ്ത്രീകളുണ്ടായിരുന്നു, നമുക്കറിയാം, വ്യാപകമായി പങ്കെടുത്ത്. പൗരത്വ ഭേദഗതി എന്ന് വിളിക്കുന്ന ഒരു വംശീയമായ നിയമത്തിനെതിരെ യുവാക്കൾ രംഗത്താണ്. ആ യുവാക്കൾ സമരരംഗത്തായിരുന്ന ഭാഗമാണ്. അവർക്കെതിരെ കേസെടുത്ത് UAPA ചാർജ് ചെയ്ത് ഇന്ന് ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ഒക്കെ തന്നെ ജയിലിൽ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ ഏതാണ്ട് പ്രായം ഇത് തന്നെയാണ്. ആ കാലഘട്ടത്തിൽ അവർക്ക് ഇപ്പോൾ 28-30 വയസ്സാണെങ്കിൽ ആ സമരം നടക്കുന്ന സമയത്ത് അവരുടെ പ്രായം 24 വയസ്സായിരുന്നു. അവർ അവരുടെ യൂണിവേഴ്സിറ്റികൾ, സർവകലാശാല ഗവേഷണം ചെയ്യുകയും അവരുടെ ഗവേഷണ പ്രബന്ധം സമർപ്പിക്കുന്ന ഘട്ടത്തിലാണ് അവർ സമരരംഗത്ത് ഇറങ്ങിയത്. അവരാണെന്ന് UAPA ചാർജ് ചെയ്ത് ജയിലിൽ കിടക്കുകയും ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിചാരണ തടവുകാരായി അവർ ജയിലിൽ കഴിയുന്നത്. അപ്പോൾ ഇന്ത്യയിലും കർഷക സമരരംഗത്തും നമുക്കറിയാം, കർഷകർ നയിച്ച സമരമാണ് പ്രധാനമായിട്ടും. അതിൽ യുവാക്കളുടെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ യുവാക്കളുടെ സാന്നിധ്യം ഉണ്ടാവുന്നു എന്നുള്ളതിന് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഭരണാധികാരി, ലോകത്ത് നിൽക്കുന്ന പുതിയ നവലിബറൽ ക്രമത്തിനെതിരെ വന്ന പുതിയ
ഭരണാധികാരം, ഒരു വംശീയമായിട്ടുള്ള വളരെ വംശീയ ദേശീയതയുമായി ബന്ധപ്പെട്ട ഭരണാധികാരം, ഒരു വലതുപക്ഷ ഭരണാധികാരം, അത് ഒരു തരത്തിലൊരു നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പുതിയൊരു മനുഷ്യാവകാശ ബോധം അനുസരിച്ച് വൃദ്ധൻ യുവാവ് എന്നൊക്കെ പറയുന്നതിൽ ചില ഇത്തരം ദ്വന്ദ്ങ്ങളിലൊക്കെ ചില പ്രശ്നമുണ്ട്. കാര്യം നമ്മളിന്ന് അവകാശങ്ങളുടെ രാഷ്ട്രീയ മനസ്സിൽ വയോജന അവകാശം പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം അവർ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടേണ്ടവരാണോ എന്നുള്ളൊരു ധാരണയും യുവാക്കളാണ് എല്ലാത്തിനും യാദർശ്യത്തിൻ്റെ ബിംബങ്ങൾ എന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ശരിയായിരിക്കില്ല. കാരണം ഇവിടെ പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പുതിയൊരു തലമുറ വരുന്നുണ്ട്. അവരുടെ താല്പര്യങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും തങ്ങളുടെ എല്ലാ കാലത്തുള്ള പോലെ തന്നെ തങ്ങൾ കുത്തകാധികാരം നിലനിർത്തിക്കൊണ്ട് അത് തുടരുക എന്നുള്ളതിനുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. അത് ആരാണോ തുടരുന്ന അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ആ തലമുറയുടെ ഭാഗമായിട്ടുള്ള ഒരു യുവതലമുറയും സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. വലതുപക്ഷത്തോട് ആകർഷണം തോന്നിയ വലതുപക്ഷത്താൽ ആകർഷിക്കപ്പെട്ടൊരു തലമുറ സമൂഹ മാധ്യമത്തിലുണ്ട്. അത് നമ്മൾ കാണാതിരിക്കണം. അപ്പോൾ ജെൻസി എന്ന് വിളിക്കുന്നതിന് പൊതുപ്രയോഗം ഉപയോഗിക്കുന്നതിൽ വലിയ തെറ്റുണ്ട്. കാര്യം വലതുപക്ഷ ആശയങ്ങളാൽ ആകർഷിക്കപ്പെട്ട അതിനോട് അനുഭവം പുലർത്തുന്ന അല്ലെങ്കിൽ ആ അധികാരത്തെ മുന്നോട്ട് കൊണ്ടുപോയി നയിക്കുന്ന ഒരു തലമുറയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സമൂഹ മാധ്യമത്തിലുണ്ട്. അത് നമ്മൾ കാണണം. പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന വളരെ ഹിംസാത്മകമായ നമ്മുടെ ആൾക്കൂട്ടങ്ങൾ കൊലപാതകങ്ങളിൽ പങ്കെടുക്കുന്ന വലിയ തോതിലുള്ള യുവാക്കൾ തന്നെയാണ്. അവരൊക്കെ പ്രചോദിതരായിട്ടുള്ള വലതുപക്ഷ ആശയങ്ങളിലാണ്. അവരിലും ഈ അമർഷമുണ്ട്, വേറെ തരത്തിലുള്ള അമർഷം തന്നെയാണ് അവരും പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ആ അമർഷം എന്ന് പറയുന്നത് വലതുപക്ഷ ആശയങ്ങളുടെ ആവിഷ്കാരമായിട്ട് മാറുകയാണ്. ഞാനിവിടെ ഓർക്കാൻ കാരണം ഗോൾഡൻ ഗ്ലോബ് കിട്ടിയ അഡോലസൻസ് സിനിമയിലും ചെറുപ്പക്കാരൻ 14 അഡോലസൻസ് ആ ജെൻസി തലമുറയിൽപ്പെട്ട ആളാണ്. അയാൾ ഈ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഒരു ലോകത്തിൻ്റെ അകത്ത് നിന്ന് റീൽസിൻ്റെ ലോകത്തിനകത്ത് നിന്നാണ് തൻ്റെ ഈ വിധ്വംസകമായിട്ടുള്ള വലതുപക്ഷ ആശയങ്ങൾ സ്വരൂപിക്കുന്നത്. അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റികൾ അതിൻ്റെ അകത്തുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കേണ്ട കാര്യം ഈ സ്ക്രീനാണ് ഈ ലോകത്തെ നിർണ്ണയിക്കുന്നത്. സ്ക്രീനിലൂടെ, അതായത് ഈ മില്ലീനിയൽ തലമുറയ്ക്ക് 2000-ന് മുമ്പ് ജനിച്ച തലമുറയിൽ നിന്ന് 2000 ശേഷം ജനിച്ച തലമുറയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം അവർ ജീവിക്കുന്നത് ഒരുപക്ഷെ അവരുടെ ഏറെ സമയം ഒരു 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ടെങ്കിൽ 24 മണിക്കൂറും ഏറെ സമയം ഒരുപക്ഷെ 10-18 മണിക്കൂറിൽ കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ സ്ക്രീനാണ് അവരുടെ മുമ്പിലുള്ള റിയാലിറ്റി. സ്ക്രീൻ എന്ന റിയാലിറ്റിക്കാണ് അവർ ഒരു ജീവിതം കാണുന്നത്. ആ റിയാലിറ്റിക്കകത്ത് അവരുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിക്കകത്തും കുടുംബത്തിൻ്റെ സങ്കല്പത്തിന് അതീതമായൊരു കമ്മ്യൂണിറ്റിയും ഒരു ബന്ധങ്ങളൊക്കെ അവർ ബിൽഡ് ചെയ്യും. പക്ഷേ അതേ ബന്ധപ്പെട്ട സമയത്ത് അവർ ഒരു ഉപഭോഗ ജീവിതം നയിക്കുന്നത്. കാരണം അൽഗോരിതങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്ന ജീവിതമാണ്. അവരുടെ കമ്മ്യൂണിറ്റി അവർ തിരഞ്ഞെടുക്കുന്നതല്ല. അൽഗോരിതം അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന കമ്മ്യൂണിറ്റി അവരുടെ ടേസ്റ്റുകളെയും അവരുടെ താല്പര്യങ്ങളും അവരുടെ അഭിരുചികളെയും നിർണ്ണയിക്കുന്ന ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ ഉത്സവങ്ങൾ അവരുടെ ആനന്ദങ്ങളൊക്കെ തന്നെ ഇതിൽ നിർണ്ണയിക്കപ്പെടണം. ഉത്സവവും ആനന്ദവും ജീവിതത്തിൻ്റെ അഭേദ്യ ഭാഗമാണെന്നും അത് നമ്മൾ ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് പറയുമ്പോഴും അത് നമുക്ക് വേണ്ടി ആരോ നിർമ്മിച്ചു തരുമ്പോൾ അതിൻ്റെ സ്ഥിതി മാറുന്നു. അങ്ങനെ അതിൻ്റെ അകത്ത് രൂപപ്പെടുന്ന കമ്മ്യൂണിറ്റികൾ പലപ്പോഴും കൃത്രിമവും ഒരുപക്ഷെ നമ്മളെ തന്നെ വേറെ രീതിയിൽ രൂപപ്പെടുത്തുന്നതായിരിക്കും. അതിൻ്റെ അകത്തൊരു ഒരു തരത്തിൽ ഐസൊലേഷൻ, നമ്മൾ തന്നെ ഒറ്റപ്പെടുന്നൊരു സംസ്കാരം എൻ്റെ അകത്ത് വരുന്നത്. അതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അഡോലസൻസ് എന്ന ആ വെബ് സീരീസ് ഏതാണ്ട് അത് തന്നെ ദൃശ്യവൽക്കരിക്കുന്നുണ്ട്. കാര്യം ഒരു ഐസൊലേഷൻ ഉണ്ട്. അപ്പോൾ അത്തരം ഐസൊലേഷൻ്റെ കൾച്ചറും ഇതിൻ്റെ അകത്ത് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ജനസീയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നമ്മൾ പ്രക്ഷോഭ രംഗത്ത് അവർ വന്നു വരികയും അതിൻ്റെ സാന്നിധ്യം അറിയിക്കുകയും ഇന്ത്യയിലാണെങ്കിൽ 2 പ്രധാനപ്പെട്ട സമകാലീന സമരത്തിലും അവരുടെ സാന്നിധ്യം നമ്മൾ കണ്ടു. വാങ്ചൂക്ക് നടത്തിയ പ്രക്ഷോഭം അത് അടിച്ചമർത്തപ്പെടാൻ ഭരണകൂടത്തിന് തോന്നിയ കാര്യം തന്നെ അത് അതിൽ ജൻസി പാർട്ടിസിപ്പേഷനാണ്. പക്ഷേ അത് പ്രധാനപ്പെട്ട ആവശ്യമാണ്. സ്വയംഭരണത്തിന് ലഡാക്കിൻ്റെ സ്വയംഭരണത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമായിരുന്നു. 2 ആരാവല്ലി മലനിരകളും അവിടുത്തെ വനവും മൈനിങ്ങിന് വേണ്ടി ഗവൺമെൻറ് വിട്ടുകൊടുത്തപ്പോൾ ആ പ്രക്ഷോഭം പെട്ടെന്ന് ഒരു സ്വഭാവത്തിലേക്ക് മാറിയത് യുവാക്കളുടെ സാന്നിധ്യം. ആ യുവാക്കളെന്ന് പറയുന്നത് പലപ്പോഴും ഈ സ്ക്രീനിൽ നിന്ന് ഈ പാരിസ്ഥിതിക അനുഭവങ്ങൾ ഉൾക്കൊള്ളുകയും അത് നമ്മുടെ അതിജീവനത്തിന് പ്രധാനപ്പെട്ട ഭാഗമാണ് മനസ്സിലാക്കുകയും ചെയ്ത തലമുറയാണ്. അപ്പോൾ ഒരു ഒരുപക്ഷെ പാരിസ്ഥിതിക രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലോ പാരിസ്ഥിതിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആകണമെന്നില്ല. അവരെ സംബന്ധിച്ച് അവരുടെ അനുഭവവേദ്യമായൊരു സമര മാർഗവും അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കിയ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാന രംഗത്താണ്. തീർച്ചയായിട്ടും പോസിറ്റീവായതിന് വശമുണ്ട്. അങ്ങനെ ആരാവല്ലി സമരത്തിൻ്റെ അതിൻ്റെ റിസൾട്ട് കൂടിയാണ് ആരാവല്ലിയിലെ ഖനനം നിർത്തലാക്കാൻ സുപ്രീം കോടതിക്കും അവസാനം ഭരണകൂടത്തിന് തന്നെ തയ്യാറാകേണ്ടി വന്നത്. അപ്പോൾ ഇത്തരം ഒരു പ്രക്ഷോഭം നടക്കുമ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു മറുവശം, അതായത് എല്ലാത്തിനും ഒരു വശമുണ്ട് മറുവശം ഉണ്ടെന്ന് ഞാൻ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച് പറയല്ല. പക്ഷേ വ്യാപകമായ രീതിയിലൊരു വലതുപക്ഷ താല്പര്യത്താൽ പ്രചോദിതരായ ഒരു യുവതലമുറയും ഇതിൻ്റെ അകത്ത് സന്നിഹിതരാണ്. അവരെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമത്തിന് അപ്പുറത്തൊരു സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണം അവർ നിലനിർത്തുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. കാര്യം ഇതിൻ്റെ അകത്തൊരു ഇതൊരു അടഞ്ഞ ലോകം കൂടിയാണ് സാമൂഹ്യ മാധ്യമം തന്നെ നമ്മൾ പറയേണ്ടി വരും. കാര്യം അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു അനിമേറ്റഡ് ലോകം എന്ന് പറയുന്നത് പലപ്പോഴും പുറമേ നിന്ന് നിർണ്ണയിക്കുന്ന ലോകമാണ്. അതിൻ്റെ അകത്ത് മനുഷ്യൻ്റെ ഓട്ടോണമി താരതമ്യേന ദുർബലമാണ്. കാരണം കോർപ്പറേറ്റുകൾ അൽഗോരിതങ്ങൾ നിർണ്ണയിക്കുന്നൊരു ലോകമാണ്. അപ്പോൾ ഒരു സ്വാച്ഛന്ത്യം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് സാമൂഹിക ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യം ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ അതുപോലെ ലഭ്യമാകണമെന്നില്ല.
അപ്പോൾ അതിൻ്റെ ഒരു പരിമിതികൾ ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് ഈ പല തലമുറയുടെ പ്രവർത്തനങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ജൻസിയ തലമുറ ഈ ഒരു പുതിയ വൈരുദ്ധ്യത്തെ, പുതിയ സാമൂഹ്യ വൈരുദ്ധ്യത്തെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അനുഭവീതിയാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സാമൂഹികമായിട്ടുള്ള സനാതന സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യാൻ ഈ തലമുറയിലെ ബഹുഭൂരിഷം തയ്യാറായിട്ടുണ്ട്. ആ നിലനിൽക്കുന്ന മൂല്യങ്ങൾ സനാതനമല്ലെന്നും ഈ സനാതനമായ സങ്കല്പങ്ങൾ സനാതനത്വം വഹിക്കേണ്ടതല്ലെന്നും ചരിത്രപരമായ മാറ്റങ്ങൾക്ക് അനിവാര്യമാണെന്നും പുതിയ സാമൂഹിക ക്രമം ഉണ്ടാവേണ്ടതാണെന്നും അതിൽ കുടുംബമാണെങ്കിലും ഭരണകൂടമാണെങ്കിലും എല്ലാവിധ സ്വകാര്യ സങ്കല്പങ്ങളും ആണെങ്കിലും അതുപോലെ തന്നെ കാലങ്ങളായി നിലനിൽക്കുന്ന സനാതന മൂല്യങ്ങൾക്കപ്പുറം ഒരു രാഷ്ട്രീയവും സാമൂഹികവും സാധ്യമാണെന്നൊരു വീക്ഷണം ഈ തലമുറ ഏതോ നിലയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ പല പ്രകടനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ വേടൻ ഒരിടത്തിൽ പ്രദാനം ചെയ്യുന്ന തലമുറയാണ്. അതാണ് പെട്ടെന്ന് തന്നെ ഒരു അതിനു മുമ്പുള്ള തലമുറയെ സംബന്ധിച്ചോളം വളരെ വംശീയമായ രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കേണ്ടി വന്നു, വേടനെ ആക്രമിക്കേണ്ടി വന്നു. വേടൻ അത്തരം ഒരു മൂല്യത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. വേടൻ ഒരു രാഷ്ട്രീയ മൂല്യത്തെ ആ നിലയ്ക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. വേടൻ മാത്രമല്ല, കാര്യം നമ്മൾ വേടൻ്റെ പരിപാടി കാണാൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം, വേടൻ്റെ പരിപാടിയിൽ സന്നിഹിതരായിട്ടുള്ള വലിയ തോതിൽ അതിലെ പാർട്ടിസിപ്പേറ്റ് വലിയൊരു യുവാക്കളാണ്. വേടൻ്റെ പരിപാടിയിൽ നോക്കുക, വലിയ യുവാക്കളെ പങ്കെടുക്കണം. അവരെ ഏതോ തരത്തിൽ അത് പ്രചോദിതരാകുന്നത് വേടൻ്റെ റാപ്പ് സംഗീതത്തോടും വേടൻ്റെ ഉള്ളടക്കത്തോടുമാണ്. വേടൻ ഉയർത്തുന്ന ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള വംശീയമായ സനാതനത്തിന് യാതൊരു പ്രസക്തിയിലും അതിൻ്റെ അപ്പുറത്തേക്കൊരു മാനവികതയുടെ ഒരു ജീവിത വീക്ഷണവും ഒരു ജീവിത പ്രയോഗവും ആവശ്യമാണെന്നാണ് വേടൻ പറയുന്നത്. വേടൻ്റെ പാട്ടുകളൊന്നും തന്നെ സത്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിംസാത്മകമായ ഒരു വിധ്വംസകതയെ എന്നല്ല, അതായത് ഒരു തരത്തിലും വയലൻസിനെ പ്രകീർത്തിക്കുന്നല്ല, ഒരു പുതിയ ജീവിതത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്, ഒരു പുതിയ ഭാവനയെ മുന്നോട്ട് വയ്ക്കുന്നത്. സനാതനമായതൊന്നും അല്ല, നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മാനവികതയുടെ മൂല്യം വേണമെന്നാണ് വേടൻ്റെ പാട്ടുള്ള ആവർത്തിച്ച് പറയുന്നത്. ഒരു തരത്തിലുള്ള ഒരു അനുഭവവേദ്യമായിട്ടുള്ള വലിയ ഒരു ക്ഷതമേറ്റൊരു സംസ്കാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ തന്നെ ഒരു സമൂഹത്തിലെ വലിയ ജനത്തിനുണ്ട് അടിച്ചമർത്തപ്പെട്ടതിൻ്റെ ഒരു മുറിവ്. ആ മുറിവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ മുറിവ് ഹീൽ ചെയ്യപ്പെടേണ്ടതാണ്. അതാണ് വേടൻ്റെ സംഗീതമുള്ള നിർവഹിക്കുന്നത്. ഒരു തരം വേടൻ വേറെ ഒരു ഹീലറും കൂടിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു സാംസ്കാരികമായിട്ടുള്ള മൂല്യത്തിൻ്റെ ഒരു ആവിഷ്കരണങ്ങൾ, അതിൻ്റെ പ്രതിപാദനങ്ങളൊക്കെയായി മാറുന്ന തലത്തിൽ അതിനോട് യോജിക്കുകയും അതിൻ്റെ പുതിയ വഴികൾ കണ്ടെത്തുന്ന ഒരു തലമുറ തീർച്ചയായിട്ടും പ്രതീക്ഷാ നിർഭരമായ ഒരു ഭാവിയെ മുന്നിൽ വയ്ക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. KSFE, ഈ നാടിൻ്റെ ധൈര്യം.